ഇതൊക്കെ ഏത് വിശുദ്ധരാണ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ധാരണയില്ല. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ ഒക്കെ അങ്ങനെയുണ്ട്. ഇത് ഫ്രാൻസിസ് സേവിയർ അങ്ങനെ ആയിരിക്കും. ഇവിടുത്തെ പ്രസംഗം പണ്ടൊക്കെ പഴയ പള്ളികളിൽ പ്രസംഗപീഠം ഞാൻ കണ്ടു ഞങ്ങളുടെ നാട്ടിൽ. ഇതുപോലത്തെ പ്രസംഗപീഠം 250 വർഷം എഴുതി വിടുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. പുറത്തുകൂടെ ആയിരിക്കും. നല്ല അടിപൊളി സ്ട്രക്ചർ. ഏത് കാലത്ത് പണ്ട് പള്ളികളാണ്. ആ ഇത് അന്തോണീസ് പുണ്യാളൻ എനിക്ക് ഉറപ്പാണ്. ഇത് ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ. നല്ല മാത്രമായൊരു പള്ളി ഏത് കാലഘട്ടം. ഇത് ഇവിടുത്തെ ശവക്കല്ലറകളാണോ എന്നൊരു സംശയം. പേരൊക്കെ എഴുതി വെച്ചിട്ട് ഇവിടെ പോർച്ചുഗീസ് എഴുതി വെച്ചിട്ടായിരുന്നൊന്നും വായിക്കറിയില്ല. പിയാത്തയുടെ പണ്ടത്തെ രൂപം. പിയാത്ത എന്ന് പറയാൻ പറ്റില്ല. ഇതിന് വേറെ മോഡലിലുള്ള സംഭവമാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിയാത്ത മറ്റേ മൈക്കിളാഞ്ചലോ. ഇത് മൈക്കിളാഞ്ചലോ ആകാൻ വഴിയില്ല കണ്ടിട്ട്. ഇതൊക്കെ എന്തായാലും ആരുടെയും ശവകുടീരങ്ങളാകാനുള്ള ചാൻസ് കണ്ടിട്ട്. അച്ഛന്മാരുടെയോ ആരുടെയൊക്കെ ആയിരിക്കും.